എത്ര പ്രതീക്ഷയോടാണ് മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നത്. 10ാം ക്ലാസ് ആകുമ്പോഴേക്കും അവരെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളായിരിക്കും. അതിനിടെ മക്കൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, പ്രണയത്തിലും ചതിയിലുമൊക്കെ പെടുന്നത് അച്ഛനമ്മമാർക്ക് സഹിക്കാനാവില്ല. കാരണം അവർക്കറിയാം, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലെ പ്രണയവും സൗഹൃദവുമൊക്കെ വലിയ അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന്. കാസർഗോഡ് ബദിയടുക്കയിലെ 10ാം ക്ലാസ്സുകാരിയുടെ ജീവനെടുത്തത് ഒരു വാട്സാപ്പ് ചാറ്റിൽ തുടങ്ങിയ പ്രണയമാണ്. കോഴിക്കോട് കുന്നമംഗലത്ത് അമ്മയുമായി വഴക്കിട്ട് വീട് വിട്ടിറങ്ങിയ 14കാരിയാണ് പീഡനത്തിന് ഇരയായത്. ആ കേസുകളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. പ്രണയക്കെണിയുടെ മറ്റൊരു ഇരയാണ് കാസർഗോഡ് ബദിയടുക്കയിലെ 10ാം ക്ലാസ്സുകാരി. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അവളുടെ ഫോണിലേക്കൊരു വാട്സാപ്പ് സന്ദേശം വന്നതിൽ തുടങ്ങും ആ ചതിയുടെ കഥ. അങ്ങനെ മൊഗ്രാൽ പുത്തൂർ സ്വദേശി അൻവറുമായുള്ള പെൺകുട്ടിയുടെ സൗഹൃദം പ്രണയമായി വളർന്നു. അതിനിടെ അയാൾ അവളെ ലൈംഗിക ചൂഷണത്തിനും ഇരയാക്കി. ഇത് ബന്ധുക്കൾ അറിഞ്ഞതോടെ ആ പെൺകുട്ടി ബന്ധത്തിൽ നിന്നും പിന്മാറാൻ ശ്രമിച്ചു. അതോടെ ഫോട്ടോകൾ പ്രചരിപ്പിക്കുമെന്നും പിതാവിനെ വധിക്കുമെന്നും യുവാവിൻ്റെ നിരന്തരമായുള്ള ഭീഷണി. ഇതിൽ മനംനൊന്ത് പെൺകുട്ടി ജീവനൊടുക്കിയെന്ന വാർത്തയാണ് ഒടുവിൽ പുറത്തു വന്നത്. കേസിൽ അൻവറിനെയും സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച വൈകിട്ടാണ് പെൺകുട്ടിയെ വീടിനകത്ത് വിഷം അകത്ത് ചെന്ന നിലയിൽ കണ്ടെത്തിയത്. അത്യാസന്ന നിലയിലായിരുന്ന പെൺകുട്ടിയെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രാവിലെയോടെ മരണം സംഭവിച്ചു. ആൺ സുഹൃത്തായ മൊഗ്രാൽ പുത്തൂർ സ്വദേശി അൻവറിന്റെ നിരന്തരമായ ശല്യം സഹിക്കാനാകാതെ വിഷം കഴിച്ച് പെൺകുട്ടി ആത്മഹത്യയിൽ ശ്രമിക്കുകയായിരുന്നെന്നാണ് പരാതി. വാട്സാപ്പ് വഴിയാണ് പെൺകുട്ടിയെ അൻവർ പരിചയപ്പെടുന്നത്. തുടർന്ന് ഇരുവരും തമ്മിൽ അടുപ്പത്തിലാവുകയായിരുന്നു. പിന്നീട് ബന്ധുക്കളുടെ ഇടപെടലിൽ പെൺകുട്ടി ബന്ധത്തിൽ നിന്നും ഒഴിവായി. ഇതോടെ യുവാവ് പെൺകുട്ടിയോട് ഇറങ്ങി വരണമെന്നും അനുസരിച്ചില്ലെങ്കിൽ പിതാവിനെ അപായപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയതായാണ് ആരോപണം. സ്കൂളിൽ പോകുന്ന സമയത്ത് വഴിതടഞ്ഞ് ഭീഷണിപ്പെടുത്തിയതോടെ വിദ്യാർത്ഥിനി വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് വിവരം. അധ്യാപകർക്കും സഹപാഠികൾക്കും തൻ്റെ മകൾ ഏറെ പ്രിയപ്പെട്ടവളായിരുന്നുവെന്നും മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നുമാണ് പിതാവ് പറയുന്നത്. സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും പിതാവ് ആവശ്യപ്പെടുന്നു. ആത്മഹത്യ ഇവള് സ്വന്തമായിട്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു ഇവള്. അധികം ആരോട് സംസാരിക്കില്ല. കൂടുതൽ സമയമൊന്നും സ്കൂളിൽ നിൽക്കില്ല. പെട്ടെന്ന് സ്കൂളിലേക്ക് വരുന്ന ഒരു കുട്ടിയായിരുന്നു. നല്ലൊരു കുട്ടിയായിരുന്നു, നല്ലൊരു സ്വഭാവം. അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, സ്കൂളിലെ അധ്യാപകരോടാണെങ്കിലും നാട്ടുകാരോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും ചോദിച്ചാൽ പറയുള്ളൂ അവളുടെ സ്വഭാവം. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ഒരു പയ്യൻ അവളെ ഭീഷണിപ്പെടുത്തിയ കാരണമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം. കാസർഗോഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ രേഖപ്പെടുത്തിയ പെൺകുട്ടിയുടെ മരണമൊഴി പ്രകാരം 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൊഗ്രാൽ പുത്തൂർ സ്വദേശി അൻവർ, ഇയാളുടെ സുഹൃത്തായ സാഹിൽ എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. കൊല്ലം സ്വദേശി അജാസാണ് പിടിയിലാകാനുള്ളത്. ഇയാൾ വിദേശത്തേക്ക് കടന്നതായി പോലീസ് അറിയിച്ചു. പ്രതികൾക്കെതിരെ പോക്സോ വകുപ്പിന് പുറമെ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കൗമാരപ്രായത്തിൽ പല പെൺകുട്ടികളുടെയും വീട്ടിലെ ശത്രു സ്വന്തം അമ്മയാണ്. അവരുടെ സൗഹൃദങ്ങളെയും പ്രണയത്തെയും അമ്മമാർ ചോദ്യം ചെയ്യുന്നത് മക്കൾക്ക് ഇഷ്ടപ്പെടില്ല. ഇങ്ങനെ കോഴിക്കോട് കുന്നമംഗലത്ത് അമ്മയോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയ 14കാരി വലിയൊരു അപകടത്തിലാണ് പെട്ടത്. പെൺകുട്ടിയെ ബസ് സ്റ്റാൻഡിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയ യുവാവ് ലൈംഗികമായി അവളെ പീഡിപ്പിച്ചു. പിന്നീട് വീട്ടുകാർ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് അവളെ കണ്ടെത്താൻ കഴിഞ്ഞത്. സംഭവത്തിൽ കൊടുവള്ളി സ്വദേശി അജ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് അമ്മയോട് വഴക്കിട്ട് 14കാരി വീട് വിട്ടിറങ്ങിയത്. കുന്നമംഗലം ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയ അജ്മൽ മുക്കത്തെ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. വീട്ടുകാരുടെ പരാതിയിൽ കാണാതായ പെൺകുട്ടിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. പെൺകുട്ടിയെ കണ്ടെത്തിയ ശേഷമാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. മുമ്പും പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചിട്ടുള്ളതായാണ് വിവരം.
പോക്സോ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് രാത്രിയായാൽ സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. ബസ്സിൽ പോലും അവർ അതിക്രമത്തിന് ഇരകളാകുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. മലപ്പുറം നിലമ്പൂരിലാണ് ബസ്സിൽ യുവതികൾക്ക് നേരെ അതിക്രമമുണ്ടായത്. യാത്രക്കാരായ യുവതികളെ ശല്യം ചെയ്ത യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മേലാറ്റൂർ സ്വദേശി സക്കറിയാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. പൂക്കോട്ടുപാടം നിലമ്പൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിൽ കഴിഞ്ഞ ദിവസം രാത്രി 7:45 സംഭവം. ബസ് മുക്കാട്ടയിലെത്തിയപ്പോൾ മേലറ്റൂർ സ്വദേശി സഖറിയ ബസ്സിലുണ്ടായിരുന്ന യുവതികളെ ശല്യം ചെയ്യുകയായിരുന്നു. യാത്രക്കാർ എതിർത്തിട്ടും ഇയാൾ ശല്യം ചെയ്യൽ തുടർന്നു. ഇതോടെ യുവതികളിൽ ഒരാൾ ബന്ധുക്കളെ വിളിച്ചറിയിക്കുകയും ഇവർ നിലമ്പൂർ പോലീസ് സ്റ്റേഷന് സമീപം ബസ് തടയുകയുമായിരുന്നു. തുടർന്ന് യുവാവിനെ ബസ്സിൽ നിന്നിറക്കി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. യുവതികളുടെ പരാതിയിൽ കേസെടുത്താണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സ്ത്രീകളെ ശല്യം ചെയ്യുന്നത് സംബന്ധിച്ചുള്ള വകുപ്പാണ് പ്രതിക്കെതിരെ ചുമത്തിയത്. ഇയാൾ ഇതിനു മുൻപ് ATM കുത്തി തുറന്ന കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. നിലമ്പൂർ വടപുറത്തെ ATM മെഷീനിൽ നിന്നാണ് ഇയാൾ പണം മോഷ്ടിക്കാൻ ശ്രമിച്ചത്. ഈ കേസിൽ വിചാരണ പുരോഗമിക്കവെയാണ് പുതിയ സംഭവം. ന്യൂസ് 18 മലപ്പുറം. അമേരിക്കയേക്കാൾ കഷ്ടമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം. മുൻപൊക്കെ ഗുണ്ടാ സംഘങ്ങൾ വടിവാളും വെട്ടുകത്തിയുമൊക്കെ ആയിട്ടാണ് ആക്രമിക്കാൻ വന്നിരുന്നത്. എന്നാൽ ഈ സമീപകാലത്ത് തോക്കുകൊണ്ടുള്ള ആക്രമണവും വെടിവെപ്പും നമ്മുടെ നാട്ടിൽ നിത്യസംഭവമായിരിക്കുന്നു. പാലക്കാട് ആലത്തൂർ കാവശ്ശേരിയിലെ ബാറിൽ 6 അംഗ സംഘം തോക്കുമായെത്തി മാനേജർക്ക് നേരെ വെടിയുതിർത്തു. ആക്രമികളുടെ കയ്യിലുണ്ടായിരുന്ന എയർ ഗണ്ണിൽ നിന്നുള്ള വെടിയേറ്റ് ബാർ മാനേജറായ രഘുനന്ദന് പരിക്കേറ്റു. ഭക്ഷണം ലഭിക്കാൻ വൈകിയെന്ന് കാരണം പറഞ്ഞായിരുന്നു ആക്രമണം. സംഭവത്തിൽ 5 പേരെ ആലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാവശ്ശേരിയിൽ ബാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കിട്ടാൻ വൈകിയെന്നാരോപിച്ചായിരുന്നു സംഘർഷം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 ബാറിലെത്തിയ 3 അംഗ സംഘം അരമണിക്കൂറിനുള്ളിലാണ് ആദ്യ ആക്രമണം നടത്തിയത്. കസേര വലിച്ച് കുളത്തിലെറിഞ്ഞു. ബാർ ജീവനക്കാരുമായി തർക്കമായി. മടങ്ങി വന്ന ശേഷം കാണാമെന്ന ഭീഷണിയുമായി യുവാക്കൾ സ്ഥലം വിട്ടു. തുടർന്ന് രാത്രി 10:30 ഇവരും മറ്റു 3 പേരും കൂടി ബാറിലെത്തി ആക്രമണം നടത്തുകയായിരുന്നെന്ന് ജീവനക്കാർ പറഞ്ഞു. ഒരു 6:30 കൂടി സമയത്ത് 2-3 പേര് കൂടിയിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. സർവീസ് നേരം വൈകി എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന കസേരയൊക്കെ എടുത്ത് കുളത്തിലേക്ക് എറിയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റാഫായിട്ടൊരു സംസാരം ഉണ്ടായി പോയതാണ്. പിന്നെ രാത്രി ഒരു 10:30 നേരത്താണ് ഒരു കാറിൽ ഒരു 5-6 പേര് കാറിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ വന്ന് ഇവിടെ കയറി വെടിവെച്ചു. അപ്പോൾ അത് ആകെ അന്തരീക്ഷം ഇതായപ്പോൾ പിടിച്ചു മാറ്റി അവരെ ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ട് പിടിച്ചു മാറ്റി. രഘു ഉണ്ടായിരുന്നു മാനേജർ. അങ്ങനെ പിടിവലിയായി. പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് ബാർ മാനേജർ രഘുനന്ദന് നേരെ ആക്രമണം ഉണ്ടായത്. വാരിയലിന് വെടിയേറ്റ രഘുനന്ദൻ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഞ്ചിക്കോട് സ്വദേശികളായ അരുൺ, മനു, മനോജ്, ഫ്രാൻസിസ്, തരൂർ സ്വദേശി അജിത് കുമാർ എന്നിവരെ ആലത്തൂർ പോലീസ് പിടികൂടി. തരൂർ സ്വദേശിയായ രാഹുലിനെ പിടികൂടാനായിട്ടില്ല. ന്യൂസ് 18 പാലക്കാട്. കണ്ണൂരിൽ ബാങ്ക് ജീവനക്കാരി ഭർത്തൃവീട്ടിൽ മരിച്ചത് കൊലപാതകമെന്ന ആരോപണവുമായി ബന്ധുക്കൾ. SBI മാടായി കോഴി ബസാർ ശാഖയിലെ ജീവനക്കാരി ദിവ്യയുടെ മരണത്തിലാണ് പരാതിയുമായി പിതാവ് രംഗത്തെത്തിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ദിവ്യയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. സംഭവ ദിവസം രാത്രി ദിവ്യയെ നിർബന്ധിച്ച് ഗുളിക കഴിപ്പിച്ചിരുന്നതായി 10 വയസ്സുകാരനായ മകൻ പറഞ്ഞതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. SBI മാടായി കോഴി ബസാർ ശാഖയിലെ ജീവനക്കാരിയായിരുന്ന TK ദിവ്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് പിതാവ് M ശങ്കരൻ കൊലപാതക ആരോപണവുമായി രംഗത്തെത്തിയത്.
ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ദിവ്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ കിടപ്പുമുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ഭർത്താവ് ഉണ്ണികൃഷ്ണനും ഭർത്തൃമാതാവും ദിവ്യയെ ജാതീയാധിക്ഷേപം നടത്തി നിരന്തരം പീഡിപ്പിച്ചുവെന്നാണ് പഴയങ്ങാടി പോലീസിൽ നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 9 മാസം ആവുന്നേ ഉള്ളൂ. 8 മാസം ആവുന്നേ ഉള്ളൂ. 9 മാസം എന്നാണ് ഇവർ കൊടുത്തിട്ട് 8 മാസം ആവുന്നേ ഉള്ളൂ. പക്ഷേ 1-2 മാസം 3 മാസത്തോളം ഇതിലിങ്ങനെ ആകുമെന്ന് പറയുന്നത് നമ്മളറിയില്ല. അങ്ങനെ എന്താ ഉണ്ടായിട്ടുണ്ടാകും. അതിനുശേഷം ഇത് അത്യാവശ്യം ചില ഒരു കാര്യങ്ങളെല്ലാം അറിയലുണ്ട്. ഒരു ദിവസം ഞാനവിടെ പോയ സമയത്ത് ഒരു തമ്മിൽ വഴക്കുണ്ടായിട്ട് ഞാൻ ഉള്ള കയറി പോയല്ല, എൻ്റെ അമ്മ വിളിച്ച് വാങ്ങി നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയ സമയത്ത് പിന്നെ ഇവർ അമ്മയും മോനും കൂടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ആശ്രയിച്ചിട്ട് ഇവളും അതിന് ചില എന്തെല്ലാം മറുപടി ഞാൻ പറയും എങ്ങനെയാണെങ്കിലും എന്തെങ്കിലും മുളക് കൂടി പോകാമെന്ന് പറയും. പിന്നെ ഇവൻ പറഞ്ഞ് ഞാൻ അവിടെ വിടാൻ തയ്യാറില്ല തയ്യാറില്ലെന്ന് പറഞ്ഞത് ഞാൻ പിന്നെ മൂത്ത പോരും ചെയ്തു. ഞാൻ ഇവളുടെ പറഞ്ഞു വരുന്നത് പിന്നെ എനിക്ക് പറ്റില്ലെങ്കിൽ തിരിച്ച് പോരുന്നു ഒന്നില്ല. 2023 ഏപ്രിൽ 17 ദിവ്യയും ഉണ്ണികൃഷ്ണനും വിവാഹിതരാകുന്നത്. ഇരുവരുടെയും 2ാം വിവാഹമായിരുന്നു. സംഭവ ദിവസം രാത്രി അമ്മയെ നിർബന്ധിച്ച് ഗുളിക കഴിപ്പിച്ചതായും ഛർദ്ദിച്ചപ്പോൾ വീണ്ടും കഴിപ്പിച്ചതായും 10 വയസ്സുകാരൻ മകൻ പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു. അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് 18 കണ്ണൂർ. ചെറിയ വാക്കുതർക്കങ്ങൾ സംഘർഷത്തിലും കൊലപാതകത്തിലും കലാശിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ തുടർക്കഥയാണ്. കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയിൽ ക്ഷേത്രോത്സവത്തിനിടെ നടന്ന സംഘർഷത്തിന്റെ തുടർച്ചയായി ഉണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിയേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന അമ്പലപ്പുഴ സ്വദേശി നന്ദുവാണ് മരിച്ചത്. സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് ജഗതടക്കം 5 പേരെ അമ്പലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. തോട്ടപ്പള്ളി കുരുട്ടൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ കഴിഞ്ഞ ദിവസം വൈകിട്ട് നന്ദു ശിവാനന്ദും 5 സംഘവുമായി മുൻവൈരാഗ്യത്തിന്റെ പേരിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിനുശേഷം മടങ്ങിപ്പോയ സംഘം മാത്തേരി ആശുപത്രിക്ക് മുന്നിൽ വെച്ച് നന്ദു ശിവാനന്ദനെ ആക്രമിച്ചു. ഡിവൈഎഫ്ഐ ഏരിയ നേതാവ് ജഗത്താണ് ഹെൽമറ്റ് കൊണ്ട് യുവാവിന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നന്ദുവിനെ ആദ്യം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവവുമായി ബന്ധപ്പെട്ട ജഗത്ത്, അർജുൻ, ഇന്ദ്രജിത്ത്, സഹോദരങ്ങളായ സജിത്ത്, സജി എന്നിവരെ അമ്പലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ആലപ്പുഴ. ഗാനമേളയ്ക്കും സ്റ്റേജ് ഷോയ്ക്കുമിടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ അനുമതിയില്ലാതെ നടത്തിയ സംഗീത നിശ വലിയ സംഘർഷത്തിൽ കലാശിച്ചു. തിരക്ക് നിയന്ത്രണ വിധേയമായതോടെ പോലീസ് എത്തി പരിപാടി നിർത്തിവെപ്പിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇതോടെ ടിക്കറ്റ് എടുത്ത് ഗാനമേള കാണാനെത്തിയവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. പിന്നീട് വാക്കേറ്റവും സംഘർഷവും. കയ്യാങ്കളിക്കിടെ 4 പേർക്ക് പരിക്കേറ്റു. അനുമതിയില്ലാതെ പരിപാടി സംഘടിപ്പിച്ചതിന് സംഘാടകർക്കെതിരെയും പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കിയതിന് കണ്ടാലറിയാവുന്ന 20ഓളം പേർക്കെതിരെയും പോലീസ് കേസെടുത്തു. പെരിന്തൽമണ്ണ മാനത്തുമംഗലത്ത് നടന്ന എക്സിബിഷന്റെ സമാപന ദിവസമാണ് സംഘർഷമുണ്ടായത്. സമാപന ദിവസം സംഘാടകർ ഗാനമേള സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ തിരക്ക് കൂടിയതോടെ ഗാനമേള ഇടയ്ക്ക് നിർത്തിവെച്ചു. പരിപാടി നിർത്തിയതോടെ ആളുകൾ ക്ഷുഭിതരായി. വേണ്ടത്ര സൗകര്യമൊരുക്കാതെയാണ് ഗാനമേള സംഘടിപ്പിച്ചതെന്നും ടിക്കറ്റിന്റെ പണം തിരിച്ചു വേണമെന്നും കാണികൾ ആവശ്യപ്പെട്ടു. ഇതോടെ സംഘർഷവും കയ്യാങ്കളിയും തുടങ്ങി. ജനങ്ങൾ ടിക്കറ്റ് കൗണ്ടറും ഉപകരണങ്ങളും സ്റ്റേജും തകർത്തു. ഉന്തിലും തള്ളിലും 4 പേർക്ക് പരിക്കേറ്റു. പോലീസ് ഇടപെട്ടാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്.
പോലീസ് ശബ്ദ സംവിധാനങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തു. സംഗീത നിശ സംഘടിപ്പിക്കാൻ അനുവാദം സംഘാടകർ വാങ്ങിയിരുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു. അനുവാദമില്ലാതെ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതിന് സംഘാടകർക്കെതിരെയും പൊതുജനങ്ങൾക്ക് ശല്യമാവുന്ന തരത്തിൽ പെരുമാറിയതിന് കണ്ടാലറിയുന്ന 20 പേർക്കെതിരെയും പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. ന്യൂസ് 18 മലപ്പുറം. പെട്രോൾ പമ്പുകളിലെ ജീവനക്കാർ രാത്രി സമയങ്ങളിൽ ജോലി ചെയ്യുന്നത് ഭീതിയോടെയാണ്. മദ്യത്തിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരിയിലെത്തുന്നവരെയും കൊള്ളക്കാരെയും പേടിക്കണം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മണ്ണന്തലയിലെ IOC പമ്പിൽ ലഹരിയിലെത്തിയ യുവാക്കൾ ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിച്ചു. സ്ത്രീ ഉൾപ്പെടെ 4 പേരാണ് ജീവനക്കാരനെ ആക്രമിച്ചത്. ഇരുചക്ര വാഹനങ്ങളിലാണ് പ്രതികളെത്തിയത്. ഇതിൽ ഒരു പുരുഷനും സ്ത്രീയും പമ്പിലെ ശുചിമുറിയിലേക്ക് കയറിപ്പോകുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ഏറെ നേരം കഴിഞ്ഞാണ് ഇരുവരും പുറത്തേക്കെത്തിയത്. പിന്നീട് പമ്പിലെ ജീവനക്കാരോട് തട്ടിക്കയറി. പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നതായി സംശയിക്കുന്നു. പമ്പ് ജീവനക്കാരനെ അസഭ്യം പറഞ്ഞ ശേഷം മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് സംഘം സ്ഥലം വിട്ടു. ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സ്ത്രീയെയും ഒരു പുരുഷനെയും പ്രദേശത്ത് നിന്ന് തന്നെ പിടികൂടി. മറ്റുള്ള പ്രതികൾക്കായി തിരച്ചിൽ നടത്തുന്നതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി പൂപ്പാറയിൽ 14-കാരിയെ തേയിലത്തോട്ടത്തിൽ വെച്ച് പീഡിപ്പിച്ച കേസാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. ബംഗാൾ സ്വദേശിനിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 3 പേർ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു. ശിക്ഷ ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും. കേസിൽ ഒരാളെ വെറുതെ വിട്ടു. പ്രായപൂർത്തിയാകാത്ത 2 പ്രതികൾക്കെതിരായ കേസിന്റെ വിചാരണ തൊടുപുഴ കോടതിയിലാണ്. ഇടുക്കി പൂപ്പാറയിൽ സുഹൃത്തുമൊത്ത് തേയിലക്കാട്ടിലേക്ക് പോകവെയാണ് ബംഗാൾ സ്വദേശിയായ 14-കാരി അതിക്രൂരമായ പീഡനത്തിനിരയായത്. പൂപ്പാറ സ്വദേശികളായ സുഗന്ധ്, ശിവകുമാർ, ശ്യാം എന്ന് വിളിക്കുന്ന സാമുവൽ എന്നിവരും ഇതര സംസ്ഥാനക്കാരായ പ്രായപൂർത്തിയാകാത്ത 2 പേരും ചേർന്ന് പീഡിപ്പിച്ചെന്നാണ് കേസ്. സുഗന്ധും ശിവകുമാറും സാമുവലും കുറ്റക്കാരാണെന്ന് ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി കണ്ടെത്തി. പ്രതികൾക്ക് ഒത്താശ ചെയ്തെന്ന കുറ്റം ചുമത്തിയിരുന്ന 4ാം പ്രതി അരവിന്ദനെ കോടതി വെറുതെ വിട്ടു. കുറ്റക്കാർക്കുള്ള ശിക്ഷ ചൊവ്വാഴ്ച പ്രഖ്യാപിക്കുമെന്ന് സർക്കാർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സ്മിജു കെ ദാസ് പറഞ്ഞു. കേസിനാസ്പദ സംഭവം ഉണ്ടാകുന്ന 29/5/2022 വർഷം 29/5 അതായത് 29/5/2022 കേസിനാസ്പദ സംഭവം ഉണ്ടാകുന്നത്. അതായത് പൂപ്പാറയുള്ള ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ തേയിലത്തോട്ടത്തിൽ വെച്ച് ഈ കുട്ടിയെ റേപ്പ് ചെയ്യാനുണ്ടായത്. ഉച്ചകഴിഞ്ഞ് ഒരു 3 മണിയോടുകൂടി കുട്ടിയും കുട്ടിയുടെ സുഹൃത്തും കൂടി തേയിലത്തോട്ടത്തിൽ കൂടെ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവർ ആക്ച്വലി 6 പേരുണ്ടായിരുന്നു. അതിൽ 2 പേര് കൂട്ടുകാരനെ കുട്ടിയുടെ കൂടെ വന്ന കൂട്ടുകാരനെ അടിച്ചോടിച്ച ശേഷം ബാക്കിയുള്ള 3 പേര് ഈ കുട്ടിയെ 1 തൊട്ട് 3 വരെയുള്ള പ്രതികൾ കുട്ടിയെ റേപ്പ് ചെയ്തു. അതിൽ 4ാമത്തെ ആൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഇരുന്നു. അങ്ങനെ എയ്ഡ് ചെയ്തു, പ്രതികൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തു. 2022 മെയ്യിലാണ് സംഭവം നടക്കുന്നത്. പ്രതികളെ അന്നത്തെ മൂന്നാർ ഡിവൈഎസ്പി KR മനോജിന്റെ നേതൃത്വത്തിലാണ് ശാന്തൻപാറ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത 2 പ്രതികൾക്കെതിരായ വിചാരണ തൊടുപുഴ കോടതിയിലാണ് നടക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ബുധനാഴ്ച. ശിക്ഷയിന്മേലുള്ള വാദം പൂർത്തിയായി. പ്രതി ബാബുവിനെതിരെ കൊലപാതകവും വധശ്രമവും അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. എന്നാൽ ബാബു മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും ജയിലിലെ നല്ല നടപ്പ് പരിഗണിക്കണമെന്നും പ്രതിഭാഗം വാദിച്ചു. സഹോദരൻ ശിവൻ, ഇയാളുടെ ഭാര്യ വത്സല, ഇവരുടെ മകൾ സ്മിത എന്നിവരെ സ്വത്ത് തർക്കത്തെ തുടർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്.
2018 ഫെബ്രുവരി 11 നാടിനെ നടുക്കിയ കൂട്ടക്കൊല. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരനായ ശിവൻ, ഭാര്യ വത്സല, ഇവരുടെ മകൾ സ്മിത എന്നിവരെ ബാബു വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. വാക്കത്തി കൊണ്ട് പലവട്ടം വെട്ടിയാണ് പ്രതി 3 പേരുടെയും മരണം ഉറപ്പിച്ചത്. സ്മിതയുടെ ഇരട്ടക്കുട്ടികളായ അപർണയ്ക്കും അശ്വിനും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. മറ്റ് 2 സഹോദരങ്ങളുടെ ഭാര്യമാർക്ക് നേരെയും വധശ്രമം ഉണ്ടായെങ്കിലും ഇവർ ഓടി രക്ഷപ്പെട്ടു. ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം ക്ഷേത്രക്കുളത്തിൽ ചാടിയ ബാബുവിനെ നാട്ടുകാരും പോലീസും ചേർന്ന് അന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് കണ്ടെത്തിയ കോടതി കേസിൽ ബുധനാഴ്ച വിധി പറയും. പ്രതിക്കെതിരെ കൊലപാതകം, വധശ്രമം, ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞിരുന്നു. പ്രതി ബാബു മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നായിരുന്നു പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. ജയിലിലെ നല്ല നടപ്പ് പരിഗണിക്കണമെന്നും പ്രതിഭാഗം വാദിച്ചു. അതേസമയം അതിക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. കൊല്ലുകയെന്ന ലക്ഷ്യത്തോടെ പലവട്ടം 3 പേരുടെയും തലയ്ക്ക് പിന്നിലടക്കം വെട്ടിയെന്നും ഇതിൽ വത്സലയുടെ തലച്ചോറ് പുറത്തു വന്ന നിലയിലായിരുന്നെന്നും പ്രോസിക്യൂഷൻ ശിക്ഷാവാദത്തിൽ കോടതിയിൽ പറഞ്ഞു. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കൊച്ചി. നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ പെറ്റമ്മയ്ക്ക് ഉപേക്ഷിക്കാൻ കഴിയുമോ? ഏതെങ്കിലും അമ്മമാർ സ്വന്തം മക്കളെ പണത്തിനു വേണ്ടി വിൽക്കുമോ? അങ്ങനെയും ചില സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. ദമ്പതിമാർ തമ്മിലുള്ള തർക്കത്തിനിടെ 2 മാസം പ്രായമായ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് സ്വന്തം അമ്മയാണ്. പാലക്കാട് പുതുശ്ശേരിയിലാണ് അസം സ്വദേശിനിയായ അമ്മ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. പോലീസെത്തി കുട്ടിയെ ഏറ്റെടുത്ത് മലമ്പുഴ ആനന്ദ് ഭവനിലേക്ക് മാറ്റി. 1 മാസം മുൻപ് അമ്മ കുഞ്ഞിനെ വിൽക്കാനുള്ള ശ്രമം നടത്തിയതായ സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പാലക്കാട് കൂട്ടുപാതയിലെ പുതുശ്ശേരിയിൽ 2 മാസം പ്രായമായ കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവിടെ ഇതിന് സമീപമുള്ള ഒരു പഴയ കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിന് താഴെ ഒരു ലോട്ടറി വിൽപ്പനക്കാരിയാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടത്. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി കുഞ്ഞിനെ കൊണ്ടുപോവുകയായിരുന്നു. കുഞ്ഞിനെ മലമ്പുഴയിലുള്ള ആനന്ദ് ഭവനിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഈ 2 മാസം പ്രായമായ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് അസം സ്വദേശിനിയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് അസം സ്വദേശികളായ ദമ്പതിമാർ ഇവർ തമ്മിലുള്ളൊരു തർക്കത്തെ തുടർന്നാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എന്നാണ് പോലീസിന് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം. പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം. എന്തായാലും ഈ മുമ്പും ഈ സ്ത്രീ, അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിനെ വിൽപ്പന നടത്താൻ ശ്രമിച്ചിരുന്നു എന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഈ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഇവർ പോയത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനുള്ളൊരു ശ്രമത്തിലാണ്. അസം സ്വദേശികളും എത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം കുറ്റിച്ചാലിൽ ഒരാൾ മരിക്കാനിടയായ അപകടമുണ്ടാക്കിയ ബൈക്കിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തു. വൈകിട്ട് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഹെഡ് ലോഡിംഗ് തൊഴിലാളിയായ കുറ്റിച്ചൽ മൈലാമൂട് സ്വദേശി രാജുവാണ് മരിച്ചത്. മലവിള സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ നിന്നാണ് പോലീസ് ഒരു പൊതി കഞ്ചാവ് കണ്ടെത്തിയത്. നവകേരള സദസ്സിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയും മറ്റും പോകുന്നത് കാണാൻ കായംകുളത്ത് കടയുടെ മുന്നിൽ നിന്ന വ്യാപാരിയെ മർദ്ദിച്ചെന്ന കേസിൽ പ്രതികൾ അറസ്റ്റിൽ. പത്തിയൂർ സ്വദേശികളായ ഉണ്ണികൃഷ്ണൻ, വിഷ്ണു, ജിതിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സംഗീതം പഠിക്കാനെത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അറസ്റ്റിൽ. എറണാകുളം വൈപ്പിൻ എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൊട്ടിക്കത്തറ കെ ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. ഇടുക്കി കണ്ണമ്പടിക്ക് സമീപം മോമാരിയിൽ വീട്ടിൽ നിന്നും കുരുമുളകും ഭക്ഷ്യവസ്തുക്കളും മോഷ്ടിച്ചയാളെ നാട്ടുകാർ പിടികൂടി. മോമാരി സ്വദേശി സിജോയെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിൽ വീണ്ടും കാർഷിക വിളകൾ നശിപ്പിച്ച് ക്രൂരത. താമരശ്ശേരി കൊടവൂരിലാണ് രാത്രി സാമൂഹ്യ വിരുദ്ധർ കാർഷിക വിളകൾ പിഴുതെറിഞ്ഞത്. ഇൻഫോസിസിൽ ജോലി ചെയ്യുന്ന വനിതാ സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ പൂനെയിലെ ഹോട്ടലിൽ കാമുകൻ വെടിവെച്ചു കൊന്നു.
ഉത്തർപ്രദേശിൽ നിന്നുള്ള വന്ദന ദ്വിവേദിയാണ് മരിച്ചത്. പ്രതി ഋഷഭ് നിഗത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. സർവീസ് ബുക്കിൽ നോമിനിയാക്കാത്തതിന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായ ഭാര്യയെ തൊഴിൽ രഹിതനായ ഭർത്താവ് ശ്വാസം മുട്ടിച്ചു കൊന്നു. മധ്യപ്രദേശിലെ ഡിൻഡോരി ജില്ലയിലെ ഷാപുര സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് നിഷ നാപ്പിറ്റാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് മനീഷ് ശർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴയിൽ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി കാത്തിരിക്കുകയാണ് കേരളം. മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മണിക്കൂറുകൾക്കകം കേസിൽ വിധി പറയും. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 15 പ്രതികളിൽ 14 പേരെ നേരിട്ട് കേട്ട ശേഷമാണ് കേസിൽ വിധി പറയാനായി മാറ്റിയത്. 10ാം പ്രതി മുല്ലയ്ക്കൽ വട്ടക്കാട്ടുശ്ശേരി നവാസ് പക്ഷാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2021 ഡിസംബർ 19-നാണ് SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ കയറി രഞ്ജിത്ത് ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി